നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. റെസ്റ്റോറന്റ് തുടങ്ങാൻ ഫുൾ എമൗണ്ട് ഞങ്ങൾ തരും. ഒന്നും നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. പെട്ടെന്ന് തന്നെ തുടങ്ങണം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇവിടെ താമസിച്ച് കാര്യങ്ങൾ നീക്ക്. മധുവേട്ടനും ഞാനും ഹെൽപ്പ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് സ്പീഡാവും. ദേ, ഇവിടെ അടുത്തൊരു സ്പേസ് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. ഏയ് വേണ്ട ആന്റി, അത് വിട്. ഇപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. കേട്ടല്ലോ പറഞ്ഞത്. കൊട്ടേഷൻ സംഘത്തെ വിളിക്കച്ച അവരെ. എന്തിനാ ഇങ്ങനെ ഹോൺ അടിക്കുന്നത്? ആരാന്ന് ഞാൻ പോയി നോക്കിട്ട് വരാം. ഏയ് ആ സച്ചി, സച്ചി ആയിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ വല്ലവരും ആയിരിക്കും. വാ സച്ചി, അകത്തേക്ക് വാ. എന്താ തനിയെ വന്നേ? രേവതിയെ കൂടെ കൂട്ടാമായിരുന്നില്ലേ? ഇയാൾ ശരിക്കും അറിയോ? ഏയ് അതിന് സാധ്യതയില്ല. ഇത് അഭിനയം തന്നെയാ. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്തായാലും സച്ചി എന്റെ വീട്ടിൽ വന്നല്ലോ. വളരെ സന്തോഷമായി സച്ചി, വളരെ സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എന്തായാലും മറക്കാൻ സാധ്യതയില്ല. ഓർമ്മ ഉണ്ടോന്നോ? അതൊക്കെ മറക്കാൻ പറ്റുമോ സച്ചി? എന്നാ ഇടിയാ നീ എന്നാ ഇടിച്ചത്? സാരമില്ല, അതൊക്കെ അന്ന് എനിക്ക് കിട്ടേണ്ടതായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുക. അന്ന് ഞാൻ നല്ലവനായിരുന്നില്ലല്ലോ. സച്ചി അകത്തേക്ക് വാ, കേറിയിരിക്കേ. എന്തൊരു സ്നേഹം. തൽക്കാലം കയ്യിൽ വെച്ചോണ്ടിരുന്നാ മതി. ഇതുപോലത്തെ അവനെ ഞാൻ കുറെ കണ്ടിട്ടുള്ള. പ്ലീസ് എന്നെ ഒന്ന് മനസ്സിലാക്കി സച്ചി. ഞാൻ അഭിനയിക്കല്ല എന്ന് പറഞ്ഞില്ലേ? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല സച്ചി. നിങ്ങൾ ഈ അഭിനയം നിർത്തിയിട്ട് ശ്രീകാന്തോട് വർഷോട് ഇറങ്ങി വരാൻ പറ. എനിക്ക് അവരോട് സംസാരിക്കണം. എനിക്ക് മനസ്സിലായി. സംസാരിക്കാനൊന്നുമല്ല, അവരെ കൂട്ടിക്കൊണ്ടുപോകാനല്ലേ വന്നത്. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സച്ചി ഇവിടെ വരാൻ രണ്ട് കാരണങ്ങളെ ഞാൻ കാണുന്നുള്ളൂ. ഒന്നുകിൽ എന്നെ തല്ലാൻ, അല്ലെങ്കിൽ വർഷ ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇപ്പൊ എന്നെ തല്ലേണ്ട കാര്യമില്ലല്ലോ, കാരണം ഞാനിപ്പോ നന്നായല്ലോ. അപ്പോ അവരെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നതെന്ന് ഊഹിക്കാമല്ലോ. ഇങ്ങേരാള് കൊള്ളാലോ. അനിയനെ അനിയത്തെയും കാണാതെ ഏട്ടന് നിൽക്കാൻ പറ്റുന്നില്ല അല്ലേ? അവർക്കും അങ്ങനെ തന്നെ. സച്ചേ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. വർഷ വാ തുറക്കുന്നതേ ഛർദ്ദിക്കാനും നിങ്ങളെക്കുറിച്ച് പറയാനും വേണ്ടി മാത്രമാ. ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് വന്നതെന്ന് സച്ചി അവരോട് പറഞ്ഞ അവർ സന്തോഷത്തോടെ നിന്റെ കൂടെ വരും. പക്ഷേ മഹിമയ്ക്കത് വിഷമാവും. അമ്മയല്ലേ, കുറച്ചു ദിവസം അവളുടെ കൂടെ നിൽക്കണമെന്ന് അവൾക്കും ആഗ്രഹം കാണില്ലേ? അപ്പൊ അവരെ കൂട്ടിക്കൊണ്ട് പോകണമെന്നാണോ പറയുന്നേ? മകൾ എൻ്റെ കൂടെ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും അങ്ങനെ ഞാൻ പറയില്ല. വർഷയ്ക്കും പെട്ടെന്ന് അങ്ങോട്ട് വന്നാൽ കൊള്ളാന്നുണ്ട്. സച്ചി അവരെ കൂട്ടിക്കൊണ്ടുപോയിക്കും. പക്ഷെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് നമ്പർ ഇറക്കി വേണം കൂട്ടിക്കൊണ്ടുപോകാൻ. വീട്ടിലേക്ക് പോയേ പറ്റൂന്ന് മഹിമയ്ക്ക് തോന്നണം. അല്ലെങ്കിലേ അവൾക്ക് വിഷമം ഉണ്ടാവും, പ്രശ്നം ഉണ്ടാക്കും. ഞാനങ്ങനെ കള്ളം പറയാറൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ശീലവും ഇല്ല. മറ്റുള്ളവർക്ക് ദോഷം വരാത്ത ഒരു കള്ളം പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല സച്ചി. സച്ചി വാ, ഇവിടെ വരെ വന്നല്ലേ, അകത്ത് കയറി വല്ല കഴിച്ചിട്ട് പോവാം. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങൾ അവരെ ഇങ്ങോട്ട് വിളിക്കുക. ഒന്നും കഴിക്കാതെ സച്ചി ഞാൻ ഇവിടുന്ന് വിടില്ല. വാ സച്ചി.